JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. നമ്മൾ 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം. വ്യവഹാരവാദം, ഘടനാവാദം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ജ്ഞാന നിർമ്മിതിവാദം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം. ഏതാണ് ശരി ഉത്തരം? ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അല്ലെ? ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്, ഗസ്റ്റാൾട്ട് തിയറി, ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ് കറക്റ്റായ ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ? ഈ 4 പ്രസ്താവനകളിൽ വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ബിഹേവിയറിസം വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. ഓപ്ഷൻ ബി, ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെ കുറിച്ച് നിഗമനത്തിൽ എത്തുക സാധ്യമല്ല. ഓപ്ഷൻ സി, മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ആവശ്യമാണ്. ഓപ്ഷൻ ഡി, ചോദന പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധമാണ് പഠനം. അപ്പോൾ വ്യവഹാരവാദത്തെ, ബിഹേവിയറിസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെ കുറിച്ച് നിഗമനത്തിൽ എത്തുക സാധ്യമല്ല. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സൈക്കോ അനാലിസിസ് ഉപജ്ഞാതാവ് ആര്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ, JB വാട്സൺ. ഓപ്ഷൻ ബി, ജീൻ പിയാഷെ. ഓപ്ഷൻ സി, BF സ്കിന്നർ. ഓപ്ഷൻ ഡി, സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഇനി മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മാനവികതാവാദം, ഹ്യൂമനിസം, അതിന്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്ന് ഏത്? മാനവികതാവാദത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്ന് ഏത്? ഓപ്ഷൻ എ, കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഓപ്ഷൻ ബി, സമൂഹമായി ഇടപഴകിക്കൊണ്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. ഓപ്ഷൻ ഡി, മനുഷ്യരുടെ അബോധ മനസ്സിലാണ് മാനസിക യാഥാർത്ഥ്യങ്ങൾ കുടികൊള്ളുന്നത്. അപ്പോൾ മാനവികതാവാദത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആത്മസാക്ഷാത്കാരമാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ, മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. മാനവികതാവാദത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്ന് ഏതാണ്? ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഏത്?
ഓപ്ഷൻ എ സാംശീകരണം, ഓപ്ഷൻ ബി സംയോജനം, ഓപ്ഷൻ സി ആയോജനം, ഓപ്ഷൻ ഡി മെച്ചപ്പെടുത്തൽ. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ 4 ഓപ്ഷനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാംശീകരണമാണ് അല്ലെ? സാംശീകരണം. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സാംശീകരണം. അടുത്ത ക്വസ്റ്റ്യൻ. വിളംബിത ചാലക വികാസത്തിന് ഡിലേയ്ഡ് മോട്ടോർ ഡെവലപ്മെന്റ് കാരണമല്ലാത്തത് ഏത്? വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏത്? ചോദ്യം ശരിക്കും വായിക്കണം. വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏത്? കാരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ അനാരോഗ്യം, ഓപ്ഷൻ ബി ന്യൂനബുദ്ധി, ഓപ്ഷൻ സി ശ്രദ്ധക്കുറവ്, ഓപ്ഷൻ ഡി അഭ്യാസക്കുറവ്. ഏതാണ് വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ശ്രദ്ധക്കുറവ്. ശ്രദ്ധക്കുറവാണ് അല്ലെ? ശ്രദ്ധക്കുറവാണ് വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടു അല്ലെ? എ, ബി, സി, ഡി. അതിനകത്ത് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം. അതിനകത്ത് തെറ്റായത് ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണേ. വ്യക്തിയുടെ വിദ്യാഭ്യാസത്തില് പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ സഹായിക്കുന്നു. ഓപ്ഷൻ ബി പാരമ്പര്യമായ കഴിവുകൾ ഏതു പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. ഓപ്ഷൻ സി അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നു. ഓപ്ഷൻ ഡി പാരമ്പര്യം വികാസത്തിന്റെ അടിത്തറയും പര്യാവരണം അതിന്റെ ഘടനയുമാണ്. ഇതിന്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ്? നിങ്ങൾ കണ്ടുപിടിച്ചോ? ഏതാണ് ഇതിന്റെ അകത്തെ തെറ്റായ പ്രസ്താവന? നമ്മൾ നോക്കി 4 പ്രസ്താവനകളുണ്ട്. അതിനകത്ത് ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ബി ആണ് തെറ്റായത്. പാരമ്പര്യമായ കഴിവുകള് ഏതു പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. അതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ വൈകാരിക വികാസം, ഓപ്ഷൻ ബി വൈജ്ഞാനിക വികാസം, ഓപ്ഷൻ സി ശാരീരിക വികാസം, ഓപ്ഷൻ ഡി സാമൂഹിക വികാസം. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട്? ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസം അല്ലെ? വൈകാരിക വികാസവുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട്. കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് വൈകാരിക വികാസം മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ് ഏതാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ് ഓപ്ഷൻ എ യുക്തിചിന്ത, ഓപ്ഷൻ ബി അമൂർത്ത ചിന്ത, ഓപ്ഷൻ സി ശ്രേണീകരണം, ഓപ്ഷൻ ഡി പ്രശ്ന പരിഹരണം. ഏതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ ഒരു സവിശേഷത? ഏതാണ്? ശ്രേണീകരണം അല്ലെ? ശ്രേണീകരണമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ ഒരു സവിശേഷത. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ് ശ്രേണീകരണം. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ശാരീരികം, ഓപ്ഷൻ ബി ദൃശ്യ സ്ഥലപരം, ഓപ്ഷൻ സി വൈകാരികം, ഓപ്ഷൻ ഡി കലാപരം. ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ദൃശ്യ സ്ഥലപരം. ദൃശ്യ സ്ഥലപരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചിത്രം വരയ്ക്കുന്ന കുട്ടി ദൃശ്യ സ്ഥലപരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ദൃശ്യ സ്ഥലപരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.